സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 24 മണിക്കൂറിനിടെ 2 പേർ മരിച്ചു. കോഴിക്കോട് ഓമശ്ശേരി സ്വദേശിയുടെ 3 മാസം പ്രായമുള്ള കുഞ്ഞ് ആണ് ഒന്ന്. മറ്റൊന്ന് മലപ്പുറം വേങ്ങര സ്വദേശി റംലയാണ്. ഇവർ 2 പേരാണ് മരിച്ചത്. ഇരുവരും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. എന്തായാലും ഈ കുഞ്ഞിൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കാൻ ദീപക് തരവണം തത്സമയം ചേരുകയാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, ഈ 2 മരണങ്ങളും ദാരുണമാണ്. ഓണക്കാലത്തേക്ക് പോകുമ്പോഴുള്ള മരണം. പക്ഷേ എന്നാൽ രണ്ടും ആരോഗ്യ വകുപ്പ് പ്രതീക്ഷിച്ചതാണ്. കാരണം അത്യന്തം സിങ്കിങ് ആയ സ്റ്റേജിലായിരുന്നു ഇവർ 2 പേർ. അതിൽ ഈ 52-കാരി റംലയാണെങ്കിൽ അവർക്ക് ഇൻറ്റേർണൽ ഓർഗനിന് നേരത്തെ തന്നെ തകരാറുകളുള്ള ഒരു സ്ത്രീയാണ്. അവരുടെ കിഡ്നി പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങൾ അനവധി ഉള്ള സമയത്താണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വരുന്നത്. മറ്റൊന്ന്, ഈ കുട്ടിയുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. കുട്ടി ഏറെ നാളായി വളരെ സിങ്കിങ് ആയി ICUവിൽ വെന്റിലേറ്ററിൽ കിടക്കുകയായിരുന്നു. മാത്രവുമല്ല എസ് കെ, 97% ഈ രോഗത്തിൻ്റെ ആഗോള മരണനിരക്ക്. അമേരിക്കയിൽ പോലും രക്ഷപ്പെട്ടത് ഈ കണക്ക് പ്രകാരമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം പടരാതിരിക്കുക, ബാധിക്കാതിരിക്കുക, അതിലുള്ള അവബോധവും ജാഗ്രതയുമാണ് വേണ്ടത്. ഇതിലാണെങ്കിൽ ഈ ചെറിയ കുട്ടിക്ക് വീട്ടിലുള്ള ഒരു പഴകിയ വെള്ളം, ആ വെള്ളം കുട്ടിയുടെ മുഖത്തേക്കും വായിലേക്കും തളിച്ചു. ആ തളിച്ചതിൽ നിന്നുമാണ് പടർന്നത് എന്നുള്ളതാണ് ഔദ്യോഗികമായി കണ്ടെത്തിയിരിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു വെള്ളം ആ വീട്ടിൽ വിശുദ്ധമായി സൂക്ഷിച്ചിരുന്നു. അതിൽ നിന്നാണ് പടർന്നത് എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും ഈ 2 മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ഓണക്കാലത്ത് സംഭവിക്കുമ്പോൾ അത് നമുക്ക് ദുഃഖം തന്നെയാണ്. പ്രത്യേകിച്ചും ആരോഗ്യവകുപ്പ് വലിയ രീതിയിലുള്ള ശ്രമം രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടാണ് ഈ പരാജയം എന്നുള്ളതാണ്. കാരണം ഒരു ഗൈഡ് ലൈൻ ഇറക്കി. കാരണം അമീബിക് വീണ്ടും എത്തുന്നു, ആഗോളതലത്തിൽ തന്നെ എത്തുന്നു. അത്തരമൊരു ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിൻ്റെ നേതൃത്വത്തിൽ ഒരു SOP ഗൈഡ് ലൈൻ ഇറക്കിയിരുന്നു. മാത്രവുമല്ല ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിച്ചിരുന്നു. നമ്മൾ കിണർ വറ്റിക്കലും കുളം വറ്റിക്കലും എല്ലാം ഇതിൻ്റെ ഭാഗമായി കണ്ടതാണ്. പക്ഷേ എന്നാൽ ഇതൊരിക്കൽ വന്നാൽ ഇത് റിക്കവറി ചെയ്ത് കിട്ടുന്ന ശതമാനം വെറും 3% എന്നുള്ളതിരിക്കെയാണ് ഈ 2 മരണങ്ങൾ 24 മണിക്കൂറിനുള്ളിൽ ഉണ്ടായത്. അതും ഈ 3 വയസ്സുള്ള കുട്ടിയുടെ മരണം അത്യന്തം ദാരുണം തന്നെയാണ്. കാരണം ഒരു കുടുംബത്തിൽ സന്തോഷത്തോടെ ഒരു കുട്ടിയുടെ പിറവി, ആ പിറവി കഴിഞ്ഞ് 3 മാസം കൊണ്ട് ആ കുട്ടിയുടെ അന്ത്യം ഇങ്ങനെ ദാരുണമായി ഒരു മഹാവ്യാധിയിലൂടെ ഉണ്ടായിരിക്കുന്നു എസ് കെ എൻ. ഏതായാലും ഈ ഓണക്കാലത്ത് നാടിന് ഒരു ദുഃഖം തന്നെയാണ് ഈ മാരക രോഗം ഇങ്ങനെ പടരുന്നതിലൂടെ 2 പേരുടെ മരണം എസ് കെ എൻ. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം വേങ്ങരയിൽ ഒരു വീട്ടമ്മയും ഇതേ രോഗം ബാധിച്ച് മരിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുകയാണ് മരണം സംഭവിച്ചത്. ബിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്. ബിപിൻ, വല്ലാത്ത ഒരു സംഭവമാണ്. ദീപക് തർമ്മടം പറഞ്ഞ പോലെ ഇതിൻ്റെ മരണനിരക്ക് എന്ന് പറയുന്നത് 95% മുകളിലാണ്. അപ്പോൾ അത് ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഭയക്കുന്ന ഒരു രോഗം തന്നെയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ അപകടം പിടിച്ച രോഗത്തെ നമുക്ക് കടന്നുപോയേ പറ്റൂ. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ വീട്ടമ്മയുടെ? SK റംല എന്നാണ് അവരുടെ പേര്. 52 വയസ്സായിരുന്നു. വേങ്ങര കണ്ണമംഗലം സ്വദേശിയാണ്. അപ്പോൾ ജൂലൈ 8 തീയതിയോട് കൂടി തന്നെ ഒരു രോഗലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിരുന്നു. ഓഗസ്റ്റ് 1 ഇവർ ഈ ഒരു രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. ആദ്യം തിരൂരങ്ങാടിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അവിടെ നിന്ന് രോഗം മൂർച്ഛിച്ചതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു രോഗം ഭേദമാകുന്നു എന്നുള്ള ലക്ഷണങ്ങളൊക്കെ കാണിച്ചിരുന്നു. അതിനെ തുടർന്ന് അവരെ വാർഡിലേക്ക് മാറ്റിയെന്നുണ്ടെങ്കിലും ഈ 26 തീയതിയോട് കൂടി രോഗം വീണ്ടും മൂർച്ഛിക്കുകയും അവർക്ക് പനിയും ഛർദിയും വരികയും അങ്ങനെ അത് മരിക്കുകയുമായിരുന്നു. ഇന്നലെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത്. വേങ്ങര സ്വദേശിയാണ്. അപ്പോൾ ആ ഭാഗത്ത് കൂടുതലൊരു ശ്രദ്ധ വേണ്ടതുണ്ട്. കാരണം വേങ്ങര മേഖലയിൽ തന്നെ ഇത് 2ാമത്തെ മരണമാണ് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട്. ആരോഗ്യവകുപ്പ് ഇതിനു മുൻപ് പറഞ്ഞിരുന്നത് ഇതൊരു വേനൽക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് കൂടുതലായി അമീബിക് മസ്തിഷ്ക ജ്വരം വരാനുള്ള ഒരു സാധ്യത എന്നുള്ളത് കൂടിയായിരുന്നു ആരോഗ്യവകുപ്പ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് മഴക്കാലമാണ്, അതുകൊണ്ട് തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം അധികം ഉണ്ടാവുകയില്ല. പക്ഷെ പിന്നെയും ഈ രോഗം എങ്ങനെ പടരുന്നു എന്നതിനെ സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളും റിപ്പോർട്ടുകളും ആവശ്യം തന്നെയാണ്. ഒപ്പം ഇതൊരു ക്ലോറിനേഷൻ നടപടികൾ കഴിഞ്ഞ ആഴ്ച തന്നെ നടത്തിയിരുന്നു മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച്. കാരണം ഈ ഒരു രോഗം ഈ ഒരു 2025 തുടങ്ങിയതിന് ശേഷം തന്നെ ഇത് 14ാമത്തെ ആൾക്കാണ് ഈ ഒരു രോഗം ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടുള്ള ഒരു ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് വേണമെന്നുള്ളത് അറിയിച്ചിരുന്നു. ക്ലോറിനേഷൻ നടപടികൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ഒരു സൂപ്പർ ക്ലോറിനേഷൻ നടന്നിരുന്നു. ഇനിയും അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനിടയിലാണ് ആശങ്ക കൂട്ടി ഇത്തരത്തിൽ കൂടുതൽ ആളുകളുടെ ജീവൻ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം രോഗം കവരുന്നത്. SK.
വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. സംതിങ് ഷോക്കിംഗ് ആണ്, അതേപോലെ തന്നെ സങ്കടകരവുമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.